ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. 119 സങ്കീർത്തനത്തിൽ 18 വാക്യമാണ് ഇന്ന് ധ്യാന ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ തന്നത്. ഇത് ദാവീദനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ 176 വാക്യങ്ങളായി ഈ സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിന്റെ അനേക പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാന പ്രത്യേകത എന്നുള്ളത് 176 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ 172 വാക്യങ്ങളിലും വചനം എന്ന പദമോ വചനത്തിന്റെ പര്യായ പദമായ വിധി, ന്യായപ്രമാണം, കൽപ്പന, സാക്ഷ്യങ്ങൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, വാഗ്ദത്തം, വാഗ്ദാനം, നിയമങ്ങൾ, തിരുവചനം എന്നിങ്ങനെ പദങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് വചനം എന്ന പദം ഉടനീളം ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിക്കാൻ കാരണം വചനം കൊണ്ട് ജയിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. നാം ഗോലിയാത്തിനെ ദാവീദ് തോൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കേവലം കല്ലുകൊണ്ടോ തൻ്റെ കയ്യിൽ ഗോലിയാത്തിന്റെ വാള് കയ്യിൽ എടുത്ത് തൻ്റെ തലയറത്തതുകൊണ്ടോ ഒന്നുമല്ല. പകരം ഗോലിയാത്തിനെ താൻ തോൽപ്പിക്കുന്നത് വചനം കൊണ്ടായിരുന്നു. ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകം നമ്മൾ എടുത്തിരിക്കുന്ന ഈ വാക്യത്തിൽ നിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണു തുറക്കണമേ എന്ന പദമാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രാർത്ഥനയാണ് ദാവീദിന്റെ എൻ്റെ കണ്ണ് തുറക്കണമേ എന്നുള്ളത്. ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ കാണുവാനോ ഈ ലോകത്തിന്റെ ഏതെങ്കിലുമുള്ള മോഹങ്ങൾ പൂർത്തീകരിക്കുവാനോ അത് കണ്ട് ആസ്വദിക്കുവാനോ തൻ്റെ കണ്ണു തുറക്കുവാനല്ല ദാവീദ് ആവശ്യപ്പെടുന്നത്. ദാവീദ് ആവശ്യപ്പെടുന്നത് എൻ്റെ കണ്ണ് നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണേണ്ടതിന് തുറക്കണമേ എന്ന്. ദൈവമക്കളെ, ന്യായപ്രമാണത്തിൽ അനേക അത്ഭുതങ്ങൾ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിന് മാത്രമേ അത്ഭുതം ചെയ്യാൻ കഴിയൂ. ദൈവത്തിന്, മറ്റാർക്കും അത്ഭുതം ചെയ്യാനായിട്ട് കഴിയും. മനുഷ്യന് മാജിക് ചെയ്യാൻ കഴിയും, പക്ഷേ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അത്ഭുതം എന്നാൽ അത് മനുഷ്യന്റെ ലോജിക്കിലോ മനുഷ്യന്റെ ചിന്തയ്ക്കോ ഏതെങ്കിലും ഒരു സയന്റിഫിക് തിയറി കൊണ്ടോ വിശദീകരിക്കുവാനായിട്ട് കഴിയുകയില്ലെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം നമ്മൾ വായിച്ചിട്ടുണ്ട്. മരിച്ചു 4 ദിവസം നാറ്റം വെച്ച് ഉയർപ്പിച്ച ലാസറിന്റെ നമ്മൾ വായിച്ചിട്ടുണ്ട്. 12 സംവത്സരമായി രക്തസ്രാവം എന്ന രോഗം ബാധിച്ച ഒരു സ്ത്രീ
യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടപ്പോൾ സൗഖ്യമായത് നമ്മൾ തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, അല്ലെങ്കിൽ മറിയയുടെ ഉദരത്തിൽ യേശു ഉരുവാകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒരു സയന്റിഫിക് തിയറി കൊണ്ടോ ലോജിക്കിലോ ഒന്നും അതിനെ വിശദീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ദൈവവചനം ധ്യാനിക്കുമ്പോഴാ ആ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഈ അത്ഭുതം എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ഒരു മനുഷ്യനും തൻ്റെ ചിന്ത കൊണ്ടോ വിചാരം കൊണ്ടോ, ഹല്ലേലൂയ, മനസ്സിലാക്കുവാനോ അല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യുവാനോ കഴിയാത്ത രീതിയിലുള്ള അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം ഇന്നും ശക്തനാണെന്ന് നമ്മളെ ബോധവൽക്കരിക്കുന്ന അത്ഭുതങ്ങൾ തിരുവചനത്തിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും എന്നത് മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവവചനങ്ങൾ വായിക്കുന്നവരും ധ്യാനിക്കുന്നവരുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ചെറിയ ചിന്തയിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് ഒറ്റ പദം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2025 ദാവീദ് വചനം കൊണ്ട് തൻ്റെ ജീവിതം ജയിച്ചു, തൻ്റെ ജീവിതം ജയിപ്പിച്ചു. 119 സങ്കീർത്തനത്തിൽ അത് നമ്മളെ ബോധവൽക്കരിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ട് അതെന്റെ ജീവിതത്തിൽ അനുഭവമാക്കി, ഹല്ലേലൂയ, എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം ജയിപ്പിക്കണം എന്നൊരാഗ്രഹം നമ്മിൽ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വചനം വായിച്ച് ആ വചനത്തിലുള്ള അത്ഭുതങ്ങളെ ഗ്രഹിച്ച് ഹല്ലേലൂയ സ്തോത്രം, വിജയിയായി 2025 നാം ഓരോരുത്തരുമായി തീരുവാൻ ഈ വചന ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. യേശു എന്ന, ഹല്ലേലൂയ സ്തോത്രം, നന്മ വചനത്തിൽ നിറഞ്ഞു നിന്ന മശിഹ തങ്ങളുടെ അടുത്തൂടെ പോയിട്ടും പരീശന്മാർക്കും സദൂക്യർക്കും മനസ്സിലായില്ല. ഹല്ലേലൂയ. തങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും അവർക്ക് അത് മനസ്സിലായില്ല, അവർ ഗ്രഹിച്ചില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, പരീശന്മാരെ പോലെ സദൂക്യരെ പോലെ നമ്മുടെ അടുക്ക് നിൽക്കുന്ന അത്ഭുതത്തെ, നന്മയെ കാണാതെ നമ്മുടെ കണ്ണുകൾ ഇരുണ്ടതായി പോകരുത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ അത്ഭുതങ്ങൾ ഞാൻ കണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായി തീരണമേ എന്ന് നമുക്ക് ഈ പകൽക്കാലം പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദാവീദ് 119 സങ്കീർത്തനത്തിൽ 18 വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ
എൻ്റെ കണ്ണ് തുറക്കണമേ. ബാഹ്യമായ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരുന്ന് ഈ ലോകത്തിലെ പലതും കണ്ട് നിരാശയണയുമ്പോൾ, പലതും ഞങ്ങളെ ഈ ലോകത്തിന്റെ വഞ്ചനയിലേക്ക് ചതിച്ചു കൊണ്ടുപോകുമ്പോൾ, കർത്താവേ, അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ, ആ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ, ഹല്ലേലൂയ, ആ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് 2025 കർത്താവെ, ഒരു വിജയിയായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, അത്ഭുതങ്ങൾ ഹല്ലേലൂയ അളക്കുവാൻ, അത് കർത്താവ് വിശദീകരിക്കുവാൻ ഒരു ഭാഷയ്ക്കോ ഒരു ലോജിക്കിനോ കഴിയാത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ജീവിച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണം, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദൈവം ഈ ദിനം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.